Yes. പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്റർ ലക്ഷ്മികാന്തിൽ റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഓൾമോസ്റ്റ് നമ്മുടെ പൊളിറ്റി ഓൾമോസ്റ്റ് 90% കവറായി. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലെ. പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജ് അല്ലെ. പഞ്ചായത്തി രാജ് എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു പിക്ചർ എന്താണ്? പഞ്ചായത്തി രാജ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. PSC കൂടുതൽ ചോദ്യങ്ങളും ഈ പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി 2 ചാപ്റ്ററുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പഞ്ചായത്തി രാജ് എന്നാണ് ചോദിക്കാറുള്ളത്. ഫാദർ ഓഫ് ലോക്കൽ ഗവർണൻസ് ഇൻ ഇന്ത്യ അറിപ്പൻ. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വരുന്നത് അല്ലെ. പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജ് എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെ എല്ലാവർക്കും മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ആലോചനയിൽ വരുന്ന കാര്യമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ. നമ്മുടെ പഞ്ചായത്തിനെയും അല്ലെ വില്ലേജിനെയും നമ്മുടെ പഞ്ചായത്ത് അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരും. പഞ്ചായത്തി രാജ്. ഇറ്റ് ഈസ് ദി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ. ഫോർ ദി ഡീസെൻട്രലൈസേഷൻ അല്ലെ. ഡീസെൻട്രലൈസേഷൻ അതായത് ഭരണം ഡീസെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പഞ്ചായത്തി രാജ്. ഇൻട്രൊഡക്ഷൻ. ഡീസെൻട്രലൈസ് എന്തിനാണ് ചെയ്യുന്നത്? സിമ്പിൾ അല്ലെ. ഇതേപോലെ പഠിക്കുക. എന്താണ് ഡീസെൻട്രലൈസേഷൻ അല്ലെ? ജനങ്ങളുടെ അടുത്തേക്ക് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ പല ഇനീഷ്യേറ്റീവ്സും പല സ്കീംസും എല്ലാം, ലെറ്റ് ഇറ്റ് ബി എവറിത്തിങ് അല്ലെ, അത് ഏറ്റവും അടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. 73rd അമെന്റ്മെന്റ് അമെന്റ്മെന്റിൽ പറയാം, അമെന്റ്മെന്റ് ഒക്കെ പറയാം. 73rd and 74th അമെന്റ്മെന്റ്. അപ്പൊ ഏറ്റവും ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെ, അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ഫോമിൽ എത്തിക്കുക. ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ. ഓർ ടു ബിൽഡ് ഡെമോക്രസി അല്ലെ, ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. ടു ബിൽഡ് ഡെമോക്രസി അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ. സിമ്പിൾ അല്ലെ. ഇനിയിപ്പോ പഞ്ചായത്തി രാജ് എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകാൻ പറ്റും. സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, PSC ചോദിച്ചു മടുത്തതാണ് 73rd അമെന്റ്മെന്റ് ആക്ട് അല്ലെ. 73rd അമെന്റ്മെന്റ് ആക്ട് 1992 നിലവിൽ വന്നത്. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ പഠിച്ചു മടുത്തിട്ടുണ്ടാവും. ഒരുപാട് തവണ PSC ചോദിച്ചതുമാണ്. ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി? ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്? നരസിംഹറാവ്. വെരി ഗുഡ്. നരസിംഹറാവ് ഗവൺമെന്റ്. ഓർത്തിരിക്കുക കേട്ടോ, നരസിംഹറാവോ അല്ലെ. ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് അല്ലെ നിയമമായി കൊണ്ടുവരാൻ സാധിച്ചില്ല പല കാരണങ്ങളാലും. അവസാനം നരസിംഹറാവുയുടെ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ. എവല്യൂഷൻ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. കമ്മിറ്റീസ്. PSC കൂടുതലായിട്ടും ക്രോണോളജി ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ കമ്മിറ്റീസിന്റെ പേരും അല്ലെ ബൽവന്ത് റായ്, അശോക് മെഹ്ത്ത, BSA അല്ലെ, ഞാൻ പറഞ്ഞുതരാം. കമ്മിറ്റീസിന്റെ പേരും അതിന്റെ വർഷവും വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കിയേ, ക്രോണോളജി ചോദിക്കാറുണ്ട്. ചില കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻസ് ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. പഞ്ചായത്തി രാജ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഈ കമ്മിറ്റീസിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും. സോ ഫസ്റ്റ് കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി അല്ല. ഈ കമ്മിറ്റീസിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജാനുവരി 1957 അല്ലെ ആദ്യത്തെ കമ്മിറ്റിയാണ് അല്ലെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ടു സ്റ്റഡി ദി നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്
അല്ലെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ള 2 ടേം കണ്ടു കഴിഞ്ഞാൽ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. ഓക്കെ, പിന്നീട് എല്ലാ കമ്മിറ്റികളും അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ കമ്മിറ്റികളും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെ. ഇതിൽ എല്ലാ റെക്കമെൻഡേഷൻസും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, റൈറ്റ്. സോ ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വാസ് ബൽവന്ത് റായ് ജി മെഹ്ത്ത. അതുകൊണ്ടാണല്ലോ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്നുള്ള പേര് വന്നത്. എന്താണ് റെക്കമെൻഡേഷൻസിൽ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ 3 ടയർ പഞ്ചായത്തി രാജ് അല്ലെ, 3 ടയർ പഞ്ചായത്തി രാജ് വേണം. 1957 നിങ്ങൾ ആലോചിച്ചോക്ക് അല്ലെ, 3 ടയർ പഞ്ചായത്തി വേണം. എന്താ പറയുന്നത് അല്ലെ, വില്ലേജ് ലെവലിൽ ഒന്ന് വേണം, ബ്ലോക്ക് ലെവലിൽ ഒന്ന് വേണം, അതേപോലെ തന്നെ ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ വേണം. ഇതാണ് 3 ടയർ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? വില്ലേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഗ്രാമപഞ്ചായത്ത് അല്ലെ, ഏറ്റവും ലോവസ്റ്റ് ലെവൽ. പിന്നീട് അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലാണ് ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് സംഹിതി. ഓക്കെ, പഞ്ചായത്ത് സംഹിതി, ജില്ലാ പരിഷത്ത്, ഡിസ്ട്രിക്ട് ലെവലിലെ ജില്ലാ പരിഷത്ത്. ഇതിന്റെ ഹിന്ദി വാക്കാണ് ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് സംഹിതിയും ജില്ലാ പരിഷത്തും ഒക്കെ, റൈറ്റ്. അപ്പൊ 3 ടയർ വേണമെന്ന് പറയുന്നു. എന്നിട്ട് അതിന്റെ പിന്നീട് ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്താണ്? Village panchayat should be constituted within directly elected representative, whereas the panchayat samhiti അല്ലെ, ഡിഫറെന്റ് ബോഡീസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ഷൻസ് നടക്കണമെന്ന് ബൽവന്ത് റായ് മെഹ്ത്ത പറയുന്നു. All planning and development activities should be entrusted to these bodies അല്ലെ, എല്ലാ ഡെവലപ്മെന്റ് കാര്യങ്ങളും അല്ലെ സ്പെസിഫിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ബോഡീസിലായിരിക്കും കൊടുക്കേണ്ടത്. The panchayat samhiti should be the executive body, while the Zilla Parishad should be the advisory, coordinating, supervisory body. The district collector should be the chairman of the Zilla Parishad. There should be genuine transfer of powers and responsibility to democratic bodies. അല്ല, അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. പഞ്ചായത്ത് രാജ് കൊണ്ടുവരാനുള്ള മെയിൻ പർപ്പസ് ഇതാണ്. Adequate resources should be transferred to these bodies. System of കുറച്ച് റെക്കമെൻഡേഷൻസും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതിൽ ആകെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 ടയർ പഞ്ചായത്തി ലെവലിൽ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 3 ടയർ. ആ പേരും ഓർത്തിരിക്കുക, ജില്ലാ പരിഷത്തും പഞ്ചായത്ത് സംഹിതിയും ഒക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. Then recommendations were accepted by the National Development Council in 1958. The council did not insist on a single rigid pattern and left it to the state to evolve their own patterns suitable to local conditions. അല്ലെ, അതായത് പല സംസ്ഥാനങ്ങൾക്കും പല ലോക്കൽ കണ്ടീഷൻസ് ആണ് അല്ലെ. കേരളത്തിലെ കാര്യങ്ങൾ പോലെയല്ല ഇപ്പോ അരുണാചൽ പ്രദേശിൽ ഉണ്ടാവുക അല്ലെ. അങ്ങനെ പല സംസ്ഥാനങ്ങൾക്കും പല കാര്യങ്ങളാണ്. അപ്പോ ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രിലിംസിന് ഒരുപക്ഷെ ചോദിക്കാം കേട്ടോ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആക്സെപ്റ്റ് ചെയ്തു, പക്ഷെ സ്റ്റേറ്റുകളോട് എന്ത് ചെയ്തു അല്ലെ, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഇന്ന പാറ്റേണിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് എല്ലാ സ്റ്റേറ്റിന്റെയും അവരുടെ ലോക്കൽ കണ്ടീഷൻസും പാറ്റേൺസും ഒക്കെ അനുസരിച്ച് അവരോട് നിങ്ങളുടെ ചോയ്സിന് ചെയ്തോളൂ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് അല്ലെ, ഒരു ഒത്തൊരുമയില്ല അല്ലെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക അല്ലെ, ഒരു ഒത്തൊരുമയില്ല. പല സംസ്ഥാനങ്ങളും പല രീതിയിലായിരിക്കും ചെയ്യുക. അതൊന്ന് ഓർമ്മിച്ചു നോക്കെ ഈ പോയിന്റ്. രാജസ്ഥാൻ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പഞ്ചായത്ത് രാജ്, ഇനോഗ്രേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓൺ October 2, PYQ ഓഫ് ദ കേരള PSC. ഒരുപാട് തവണ ചോദിച്ചാണ് ഏത് സംസ്ഥാനമാണ് രാജസ്ഥാൻ അല്ലെ. ആദ്യമായി പഞ്ചായത്ത് രാജ് എസ്റ്റാബ്ലിഷ്ഡ് സംസ്ഥാനമാണ് രാജസ്ഥാൻ. Then most of the state created Panchayat Raj institution mid 1960. There were differences from one state to another with rigid to number of tiers. അല്ല, പല സംസ്ഥാനങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ അല്ലെ, പോയിന്റ് ഓർത്തിരിക്കുക. ബിക്കോസ് അല്ല, ഇന്ന രീതിയിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. നിങ്ങളുടെ ലോക്കൽ കണ്ടീഷൻസും ഇതും അനുസരിച്ച് സ്റ്റേറ്റിനോട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റേറ്റുകൾ അവരുടെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ there will be no uniformity. അല്ലെ, there will be no equal composition. അല്ലെ, രാജസ്ഥാൻ അഡോപ്റ്റഡ് 3 ടയർ സിസ്റ്റം, തമിഴ്നാട് അഡോപ്റ്റഡ് 2 ടയർ സിസ്റ്റം, വെസ്റ്റ് ബംഗാൾ അഡോപ്റ്റഡ് 4 ടയർ സിസ്റ്റം അല്ലെ. അതായത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ രീതിയിൽ തോന്നുന്നത് അവർ ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ യു ക്യാൻ ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് നോ നീഡ്. ഇവിടെ വന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, ചോദിച്ചിട്ടും ഇല്ല ഇതുവരെ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം.
Second one, Ashok Mehta Committee. 1977 Janata government appointed the committee on Ashok Mehta Committee, very important. ഇതേപോലെ തന്നെ ഇവരും ഇവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. റെക്കമെൻഡേഷൻസ് എന്ന് പറയുമ്പോൾ അല്ലെ, പഞ്ചായത്ത് രാജുമായി റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്. ഓരോരോ കമ്മിറ്റീസ് വരുമ്പോഴും മുമ്പുണ്ടായിരുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസിന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഈ കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻസ് വായിക്കുമ്പോൾ ഇത് നമ്മൾ ആദ്യം വായിച്ചല്ലേ, ഇത് ബൽവന്ത് റായില് പഠിച്ചല്ലേ എന്നൊക്കെ തോന്നും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, the 3-tier system of Panchayati Raj should be replaced by 2-tier system. അല്ലെ, 3 ടയറുള്ള പഞ്ചായത്തിന് 2 ടയർ ആക്കണം. ബൽവന്ത് റായ് പറഞ്ഞതിന് അല്ലെ, ബൽവന്ത് റായ് 3 എണ്ണം പറഞ്ഞു, അശോക് മെഹ്ത്ത 2 എണ്ണം എന്ന് പറയുന്നു. ജില്ലാ പരിഷത്തിന്റെ ഡിസ്ട്രിക്ട് ലെവൽ, ഓക്കെ, മണ്ഡൽ പഞ്ചായത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രൂപ്പ്, ഒക്കെ 2 ടയർ ആയിട്ട് തരംതിരിക്കണം എന്ന് പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഡിസ്ട്രിക്ട് ഷുഡ് ബി ദി ഫസ്റ്റ് പോയിന്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ. ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദി എക്സിക്യൂട്ടീവ് ബോഡി ആൻഡ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ്, ഓക്കെ, അതായത് ഡിഫറെന്റ് ബോഡീസിന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും പറയാണ്. There should be an official participation of political parties at all level. The Panchayati Raj institution should have compulsory powers of taxation to mobilize their own financial resources, or very important. There should be a regular audit by a district level agency and a committee. The state government should not supersede the Panchayati Raj institution. In case of an imperative superstition, election should be held within 6 months from the date of supersession. Nyaya Panchayat, the Nyaya Panchayat should be kept as the separate bodies from that of development Panchayat. Okay, അതായത് PYQ, പൊളിറ്റിയുടെ PYQ ഓൾറെഡി അതിന്റെ PDF, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ PDF നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, യൂട്യൂബ് അത് പോയി കാണണം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. ന്യായ പഞ്ചായത്ത് ഷുഡ് ബി കെപ്റ്റ് ആസ് സെപ്പറേറ്റ് ബോഡി അല്ല. ന്യായ പഞ്ചായത്ത് ഇമ്പോർട്ടന്റ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ഇലക്ഷൻ ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. Right. Okay. Minister for Panchayati Raj should be appointed in the state. Seat for SC/ST should be reserved on the basis of their population. Constitutional recognition should be accorded to the Panchayati Raj institution. അല്ലെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണമെന്ന് പറയുന്നു. അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ should be accorded to the Panchayati Raj institution. Due to collapse of the Janata government before the completion of its term, no action could be taken on the recommendation of Ashok Mehta Committee at central level. However, സംസ്ഥാനങ്ങൾ കർണാടകയും വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും took step to revitalize പഞ്ചായത്ത് രാജ്. അതായത് അശോക് മെഹ്ത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഒരു കേന്ദ്രം അല്ല യൂണിയൻ ഗവൺമെന്റ് ഒരു ഡിസിഷനും എടുത്തിട്ടില്ല. ഓർത്തിരിക്കുക കേട്ടോ. ആദ്യമായി കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്, ബട്ട് നടപ്പാക്കിയിട്ടില്ല. സീറ്റ് ഫോർ ദി SC/ST കമ്മിറ്റി ഷുഡ് ബി റിസർവ്ഡ് എന്നും പറയുന്നുണ്ട് അല്ലെ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത കമ്മിറ്റിയാണ് GVK Rao കമ്മിറ്റി. The committee to review the existing administrative arrangement for the rural development and poverty alleviation program. ചോദിക്കും, ഇതേപോലെ തന്നെയാണ് ചോദിക്കാൻ. Which of the following committees were appointed by the committee to review the existing administrative arrangement for rural development and poverty alleviation program? GVK Rao കമ്മിറ്റിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ആണ് അപ്പോയിന്റ് ചെയ്തത് അല്ല. മൂന്നാമത്തെ കമ്മിറ്റിയാണ് BSA. Balwant Rai. Okay, let's give it. Appointed by Planning Commission in 1985, the committee come to conclusion that the development process was gradually bureaucratized and divorced from the Panchayat Raj. Committee recommendations ആണ്. Okay. This phenomena of bureaucratization of development administration as against the democratization weakened the Panchayati Raj Institute. Okay. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് വീക്കൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഓക്കെ, ഈ കമ്മിറ്റീസ് കൂടി റെക്കമെൻഡേഷൻസ് കൂടി വായിക്കാം. ദ ഡിസ്ട്രിക്ട് ലെവൽ ബോഡി ജില്ലാ പരിഷത്ത് ഷുഡ് ബി
pivotal importance in the scheme of democratic decentralization. It is stated that the district is the proper unit of planning and Zilla Parishad should become the principal body for management. Panchayat Raj institution at the district and lower level should be assigned an important role. Okay, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തതാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ നിൽക്കില്ല. So better avoid it. Thus the committee in its scheme of decentralization, system of field administration, assigned to leading role in the Panchayati Raj in local development. കറക്റ്റ് ആയിട്ട് ക്രോണോളജി ആലോചിക്കുക. ഓക്കെ, ക്രോണോളജിയും ആലോചിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് സോറി, ഏത് കമ്മിറ്റിയാണ് ആദ്യം വന്നതെന്ന് അല്ലെ, ക്രോണോളജി കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. വെരി ഇമ്പോർട്ടന്റ്. ക്രോണോളജി മസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. കമ്മിറ്റീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വർഷം ആലോചിക്കണം. ഓക്കെ, ഇയർ ആലോചിക്കണം. ഇവരുടെ മേജർ റെക്കമെൻഡേഷൻസും ഒന്ന് ആലോചിക്കണം. ഇതാണ് നിങ്ങൾക്ക് കമ്മിറ്റീസിന്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് അല്ലെ. ഇത് മൊത്തം ഒക്കെ റീഡ് ചെയ്തിട്ട് അല്ലെ, നമുക്ക് റിവിഷൻ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് മൊത്തം ഒക്കെ റീഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ലേൺ ദിസ്. ബാക്കി ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലെത്താം. ഈ ഒരു പോർഷനിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC സാധാരണ ചോദിക്കാറുള്ളത്. റൈറ്റ്. അടുത്ത കമ്മിറ്റി LM Singhvi Committee, 1986. Rajiv Gandhi government appointed a committee to prepare concept paper on revitalization of Panchayati Raj institution for democracy and development under the chairmanship of LM Singhvi. അല്ലെ, കറക്റ്റ് ആയിട്ട് ഈ വാക്കൊന്ന് ഓർത്തിരുന്നോളുക. Which of the following committee was appointed by the Rajiv Gandhi government എന്ന് ചോദിക്കും. LM Singhvi Committee in 1986. വീണ്ടും ഈ LM Singhviയുടെ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. എല്ലാ കമ്മിറ്റിയും പോലെ പഞ്ചായത്ത് രാജ് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ്ഡ് അല്ലെ. LM Singhvi കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യണം, പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രിസർവ് ചെയ്യണം. ഫോർ ദിസ് പർപ്പസ് എ ന്യൂ ചാപ്റ്റർ ഷുഡ് ബി ആഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. പുതിയ ചാപ്റ്റർ ആഡ് ചെയ്യണം അല്ലെ. നേരത്തെ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ, റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആഡ് ചെയ്യാൻ കൂടി ഇവിടെ LM Singhvi കമ്മിറ്റി പറയാണ്. യു ഹാവ് ടു ആഡ് സെപ്പറേറ്റ് ചാപ്റ്റർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ, ഇതിനൊരു വാലിഡിറ്റി കൊണ്ടുവരാൻ. ദിസ് വിൽ മേക്ക് ദ ഐഡന്റിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി റീസണബിളി ആൻഡ് സസ്റ്റൈനബിളി inviolate. To conduct a free and fair election, Nyaya Panchayat should be established for a cluster of villages. Nyaya Panchayat. The village should be reorganized to make Gram Panchayat more viable. It also emphasized the importance of the Gram Sabha. The village Panchayat should be more financial resources. Baki committees പറയുന്ന പോലെ തന്നെ judicial tribunals should be established in the each state to advocate controversies about election to the Panchayati Raj institution. അല്ലെ, judicial tribunal LM Singhvi ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനിലെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിന് ഒരു ചാപ്റ്റർ തന്നെ ഭരണഘടനയിൽ ആഡ് ചെയ്യണമെന്നും പറയുന്നു 1986. Tunga Committee in 1988, subcommittee of the Consultative Committee of Parliament under the chairmanship of P.K. Thungan to examine the political and administrative structure in the district for the purpose of district planning. വീണ്ടും committee suggested following recommendations. Panchayati Raj bodies should be constitutionally recognized. വീണ്ടും പറയാണ് അല്ലെ, അതായത് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാണ്. 3-tier system of Panchayat with Panchayat, village, block, district. Zilla Parishad, Panchayati Raj bodies should be fixed a tenure of 5 years. അല്ലെ, അതായത് ഓരോ കമ്മിറ്റീസ് വരുന്നതിനനുസരിച്ച് അല്ല ഇവോൾവ് ചെയ്ത് വരികയാണ് അല്ലെ. നമ്മൾ ഇന്ന് കാണുന്ന ഒരു പഞ്ചായത്ത് രാജിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ടെന്യറിന്റെ കാലം പറയുന്നു അല്ലെ, ഇതുവരെ ടെന്യറിന്റെ കാലം പറഞ്ഞിട്ടില്ല അല്ലെ. പഞ്ചായത്ത് രാജ് ഷുഡ് ബി ഫിക്സ്ഡ് ടെന്യർ ഉണ്ടാവണം. The planning and coordination committee should be set up at the state level. Okay, detailed list of subject, very important. Window detailed list of subject for Panchayati Raj should be prepared and incorporated in the constitution. Reservation of seat, reservation for women, state finance commission, district collector should be the chief executive.
ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് റീഡ് ചെയ്യും. Again, Gadgil Committee. Gadgil Committee, yeah. The Committee on Policy and Program, constituted in 1988 by the Congress Party. അല്ല, കോൺഗ്രസ് പാർട്ടി ഫോം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. എന്താണ്? ദിസ് കമ്മിറ്റി വാസ് ആസ്ക്ഡ് ടു കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ബെസ്റ്റ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കുഡ് ബി മെയ്ഡ് എഫക്റ്റീവ്. അല്ലെ, ഇതായിരുന്നു അവർ കൊടുത്തിട്ടുള്ള ചോദ്യം. വീണ്ടും ഈ കമ്മിറ്റിയും റെക്കമെൻഡേഷൻസ് തരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഷുഡ് ബി restored on the Panchayati Raj institution. 3-tier system of Panchayati Raj. Panchayati Raj institution, അല്ലെ, നമ്മൾ നേരത്തെ മുകളിൽ പഠിച്ചിട്ടുള്ള ഈ റെക്കമെൻഡേഷൻസ് കാര്യങ്ങളായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നുന്നുണ്ടല്ലോ അല്ലെ. ഇൻഫാക്ട് PSC ഈ ഒരു ടേം അല്ലെ, ദ ടേം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഫിക്സ്ഡ് അറ്റ് 5 years എന്ന് ചോദിച്ച് അതിന്റെ താഴെ ഗാഡ്ഗിൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തുങ്കൻ കമ്മിറ്റിയും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും അതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കില്ല. PSCക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഒരുപാട് കമ്മിറ്റീസിൽ അല്ലെ ഒരുപാട് സിമിലർ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. റിസർവേഷൻ ഫോർ വുമൻ, റിസർവേഷൻ ഫോർ SC ST, മെമ്പേഴ്സ് ഓഫ് ദ പഞ്ചായത്ത് അറ്റ് 3 levels ഷുഡ് ബി ഡയറക്ട്ലി ഇലക്ടഡ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഈ കമ്മിറ്റീസിന്റെ കാര്യം പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവർ തമ്മിൽ എന്താണ് ഡിഫറൻസിയേഷൻ ചെയ്ത് പഠിക്കുക. ഇയർ ആലോചിക്കുക, കമ്മിറ്റിയുടെ വർഷം ആലോചിക്കുക, ആരാണ് അപ്പോയിന്റ് ചെയ്തെന്ന് ആലോചിക്കുക, ഏത് വർഷമാണ്, അങ്ങനെയുള്ള കാര്യം മാത്രം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം അല്ലെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെ നമുക്ക് മേലത്തെ റെക്കമെൻഡേഷൻസിൽ കാണാൻ പറ്റുന്നതാണ് അല്ലെ. സോ ഡോണ്ട് ബി കോംപ്ലിക്കേറ്റഡ്, വേണ്ടത് മാത്രം പഠിക്കുക. ക്ലിയർ അല്ലേ? റൈറ്റ്. എന്താണ് കറക്റ്റ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ, അതിനനുസരിച്ച് പഠിച്ചാൽ മതി. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇവിടുന്ന് ചോദ്യം ചോദിക്കുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ചോദിക്കും? ഒന്ന് ക്രോണോളജി ചോദിക്കും. ഒരു കമ്മിറ്റീസിന്റെ പേര് വരും, എന്നിട്ട് നിങ്ങളോട് അതിന് ക്രോണോളജി ശരിയാക്കാൻ പറയും. രണ്ടാമത് എന്താണ്, ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് അല്ലെ. 2 ടയർ ആരാണ്, 2 ടയർ ആരാണ്, അല്ലെങ്കിൽ 3 ടയർ മാറ്റി രണ്ടാമത്തെ ടയർ ഏത് കമ്മിറ്റിയാണ് പറഞ്ഞത്, ന്യായ പഞ്ചായത്തിന്റെ കോൺസെപ്റ്റ് ആരാണ്, ഏത് കമ്മിറ്റിയാണ്, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. റൈറ്റ്. സോ ദിസ് ഈസ് ഇൻ കമ്മിറ്റീസിന്റെ കാര്യം. ഓക്കെ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. നമുക്കിതൊന്നും വേണ്ട. രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് പാസ്സായില്ല. VP സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് പാസ്സായില്ല. അവസാനം നരസിംഹറാവുയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അത് പാസ്സാവുന്നത്. 73ാം ഭേദഗതി 1992 അല്ലെ. ബിൽ ഫൈനലി എമർജ്ഡ് ആസ് ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1992. ഓക്കെ, രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിലും VP സിംഗിന്റെ ഗവൺമെന്റിലും പാസ്സാക്കാൻ സാധിച്ചില്ല. അവസാനം നരസിംഹറാവുയുടെ ഗവൺമെന്റിലും പാസ്സായി. ദെൻ 73rd അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1992. ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്തു അല്ലെ, പുതിയ പാർട്ട് പഞ്ചായത്തിലേക്ക് ആഡ് ചെയ്തു. പാർട്ട് 9, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാവും. പാർട്ട് 9 ആഡ് ചെയ്തു അല്ലെ, ആർട്ടിക്കിൾസും ഇൻസേർട്ട് ചെയ്തു. 243 to 243O അല്ലെ, എന്ന ആർട്ടിക്കിൾസ് പഞ്ചായത്തി രാജുമായി റിലേറ്റഡ് ആയിട്ടാണ്. ആക്ട് ഓൾസോ ആഡഡ് എ ന്യൂ 11th schedule to the panchayat. The act give practical shape to Article 40. The state shall step to organize village panchayat and endow them with such powers and authority. Already നമ്മുടെ ആർട്ടിക്കിൾ 40 പറയാണ്. ആർട്ടിക്കിൾ 40 DPSP ആണോ? എന്താണ് ആർട്ടിക്കിൾ 40? എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണോ? DPSP ആണോ? എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? എന്താണ്? ഒന്നോർത്ത് പറഞ്ഞ്. DPSP. വെരി ഗുഡ്. DPSP അഞ്ചലി അല്ല, DPSP. യെസ് ശ്രീലക്ഷ്മി. DPSP ആണ്. അതായത് സ്റ്റേറ്റിന് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ല, ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് DPSP നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ദ ആക്ട് ഗിവ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് അല്ല, ഈ ആക്ടോട് കൂടി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടി. ഇറ്റ് ഹാസ് ബീൻ ബ്രോട്ട് അണ്ടർ ദ പർവ്യൂ ഓഫ് ജസ്റ്റിഷ്യബിൾ പാർട്ട് ഓഫ് ദ അല്ല, ഭരണഘടനയിൽ തന്നെ ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇപ്പൊ എന്താണ്, സംസ്ഥാന സർക്കാരുകൾ അല്ലെ ഈ പറഞ്ഞ പോലെ പഞ്ചായത്തി രാജ് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് നടപ്പാക്കാനുള്ള കാര്യം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആയി മാറി.
അല്ലെ? ഈ ആക്ട് പ്രകാരം അല്ലെ, ഒരു ആക്ട് പാസ്സാക്കി, ഈ ആക്ട് പ്രകാരം എന്താണ് അല്ലെ, എല്ലാ സ്റ്റേറ്റും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു യൂണിഫോമിറ്റി നമുക്ക് കൊണ്ടുവരാം. എന്നിരുന്നാലും നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വലിയ രാജ്യമാണ്, ഡൈവേഴ്സിറ്റി ആണ് അല്ലെ, എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് they have to follow this act. അല്ലെ, they have to follow the provision of the act. Then എന്താണ് പ്രൊവിഷൻസ് അല്ലെ? പ്രൊവിഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് കമ്പൽസറി, മറ്റൊന്ന് വോളണ്ടറി. കമ്പൽസറി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത്, വോളണ്ടറി നിർബന്ധമില്ല അല്ലെ, നിർബന്ധമില്ലാത്ത കാര്യം. വോളണ്ടറി, the compulsory, mandatory or obligatory provisions of the act has been included in the state laws creating new Panchayati Raj system. Voluntary provision on the other hand may be included in the discretion of the state അല്ല, discretion സ്റ്റേറ്റിന് വേണമെങ്കിൽ. Thus the voluntary provision of the act ensures the right of the state to take local factors like അല്ലെ, അതായത് സ്റ്റേറ്റിന് ലോക്കൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെ, കമ്പൽസറിയും വോളണ്ടറിയും ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലെ, സ്റ്റേറ്റിന്റെ അതിനനുസരിച്ച് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ സാധിക്കും. The act is a significant landmark, yes. പിന്നീട് ആക്ടിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ആണ് ഗ്രാമസഭ. വെരി സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ആക്ട് പ്രൊവൈഡ് ഫോർ എ ഗ്രാമസഭ ആസ് എ ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്തി രാജ് അല്ലെ. ഗ്രാമസഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് പേഴ്സൺ രജിസ്റ്റേർഡ് ഇൻ ദ ഇലക്ട്രൽ റോൾസ് ഓഫ് എ വില്ലേജ് കംപ്രൈസിംഗ് ദ വിത്തിൻ ദി ഏരിയ ഓഫ് ദി പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ അല്ലെ. It is a village assembly consisting of all registered voters. Three-tier system. Act to provide for three-tier system for the Panchayat Raj in every state. Panchayat village, intermediate district. പക്ഷേ ഒരു എക്സ്ക്ലൂഷൻ, ഒരു എന്താ പറയാ, എക്സെപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഹാവിംഗ് പോപ്പുലേഷൻ നോട്ട് എക്സീഡിംഗ് 20 lakh may not have to constitute the intermediate level. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. Election of members and chairpersons. All the members of the Panchayat at the village, intermediary and district levels are directly elected by the people. അല്ല, chairperson indirectly elected by the people. അല്ല, people അല്ല, ഇലക്ടഡ് മെമ്പേഴ്സ് അല്ല, ജനങ്ങൾ. അതായത് പഞ്ചായത്തിലേക്കുള്ള മെമ്പേഴ്സ് എന്താണ്, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കും, ഡയറക്ട്ലി ഇലക്ട് ചെയ്യും. ഈ ചെയർപേഴ്സൺ ആരാണ് ഇലക്ട് ചെയ്യുന്നത് അല്ലെ? പഞ്ചായത്തിന് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവുമല്ലോ. ഈ ചെയർപേഴ്സൺ ആരാണ് ഇലക്ട് ചെയ്യുന്നത് പറഞ്ഞേ അല്ലെ? ഇതിലുള്ള ഇലക്ടഡ് അല്ല, ഇലക്ടഡ് മെമ്പേഴ്സ് എന്ത് ചെയ്യും, ഈ ചെയർപേഴ്സണിനെ സെലക്ട് ചെയ്യും. ആൻഡ് ഇത് ആരാണ് അല്ലെ, ഇതാരാണ് നിശ്ചയിക്കുന്നത് ഈ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. ഓർത്തിരിക്കുക കേട്ടോ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Chairperson of a panchayat at the village level shall be elected in such manner as the state legislature determines. Reservation of seat. Act to provide for reservation of seat for SC scheduled tribe in every panchayat. All three levels, മൂന്ന് ലെവലിലും. In proportion of their population to the total population in the panchayat. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനാണ് കേട്ടോ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് അധികാരം കിട്ടുന്നത്. അല്ലാതെ പാർലമെന്റിനോ അല്ലെങ്കിൽ ഗവർണർക്കോ അല്ല. ചിലപ്പം സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന്റെ പകരം എന്താണ് സ്റ്റേറ്റ് ഗവർണർ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ അത് തെറ്റിക്കാൻ പാടില്ല. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഷാൽ പ്രൊവൈഡ് ഫോർ ദ റിസർവേഷൻ ഓഫ് ഓഫീസസ് ഓഫ് ചെയർപേഴ്സൺ. Reservation of seat for lady, women also അല്ല. 1/3 reservation of seat for women. ജസ്റ്റ് ഇത് റിസർവേഷനും കാര്യങ്ങളും നിങ്ങൾ റീഡ് ചെയ്യാം കേട്ടോ. ഡ്യൂറേഷൻ ഓഫ് ദ പഞ്ചായത്ത് അല്ലെ. ദ ആക്ട് പ്രൊവൈഡ്, പഞ്ചായത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 years ആണ്. ടു ദ പഞ്ചായത്ത് അറ്റ് ഈച്ച് ലെവൽ. However, it can be dissolved before the completion of its term. അല്ലെ, അതായത് ചില കാരണങ്ങളാൽ അല്ല 5 വർഷം വരെയുള്ള കാലയളവിനേക്കാൾ മുമ്പ് ഡിസോൾവ് ചെയ്യപ്പെടാം. Further, fresh election to constitute a panchayat shall be completed before the expiry of its duration of 5 years, or in case of dissolution, before the expiry of a period of 6 months from the date of its dissolution. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എന്താണ് പറയുന്നത്?
ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പ്രശ്നമില്ലല്ലോ, സൗണ്ടിന് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ? The act provide for 5 years of term. 6 മന്തിന് മുമ്പ് ഇലക്ഷൻ നടത്തണം എന്നാണോ? യെസ്. അടുത്ത ആരെങ്കിലും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇത് പറയുന്നത്? എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? പറയൂ, നിങ്ങൾ പറഞ്ഞോ. തെറ്റാലും കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല. Local self-governance should be continued whatever happens. No. PYQ പറയൂ, ഉത്തരം പറയും. നിങ്ങൾ ടൈപ്പ് ചെയ്തോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. അതായത് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? ആക്ട് പ്രൊവൈഡ് ഫോർ 5 years ടേം ഓഫ് ഓഫീസ് ടു ദ പഞ്ചായത്ത് അറ്റ് എവറി ലെവൽ, അല്ലെ? ഇതിപ്പോ വില്ലേജ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഡിസ്ട്രിക്ട് ആണെങ്കിലും 5 വർഷമാണ് കാലാവധി. പക്ഷെ ഇത് ക്യാൻ ബി ഡിസോൾവ് ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ടേം. 5 വർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഡിസോൾവ് ചെയ്യപ്പെടാം. ഫർദർ, ഫ്രഷ് ഇലക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ പഞ്ചായത്ത് ഷാൽ ബി കംപ്ലീറ്റഡ്, അല്ലെ? ബിഫോർ the expiry of its duration of 5 years, അല്ലെ? അല്ലെങ്കിൽ in case of dissolution before the expiry of a period of 6 months from the date of its dissolution. എന്താണ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ താഴെയുള്ള കാര്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പറ. ഓക്കെ, BYQ കറക്റ്റ് പറഞ്ഞിട്ടല്ല. 6 മാസത്തിന് താഴെയാണെങ്കിൽ പുതിയ ഇലക്ഷൻസ് നടത്തേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആക്ട് പ്രകാരം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ, ഓക്കെ, must be held before the expiry of its regular term. മുൻപാണെങ്കിൽ ന്യൂ ഇലക്ഷൻ. യെസ്, മുൻപാണെങ്കിൽ ന്യൂ ഇലക്ഷൻ. യെസ്, വെരി ഗുഡ്, അല്ലെ? എല്ലാ 5 വർഷം കൂടുമ്പോഴും എലക്ഷൻസ് വേണം, അല്ലെ? ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് പാടില്ല, അല്ലെ? പഞ്ചായത്ത് ഇലക്ഷൻ മസ്റ്റ് ബി ഹെൽഡ് ബിഫോർ ദി എക്സ്പയറി ഓഫ് ഇറ്റ്സ് റെഗുലർ ടേം, 5-year term. However, if a panchayat is dissolved prematurely, a new election must be held within the 6 months of the dissolution date. അല്ല, 6 മാസത്തിന് മുമ്പേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
എലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അതെ. ഇനി ഈ റിമൈൻഡർ പീരീഡ് 6 മാസത്തിന് താഴെയാണെങ്കിൽ എന്താണ് അല്ലെ? 6 മാസത്തിന് താഴെയാണെങ്കിൽ റിമൈൻഡർ പീരീഡ് അല്ലെ, പ്രീ മെച്ചുർ ചെയ്യപ്പെട്ടു, ഡിസൊല്യൂഷൻ ചെയ്യപ്പെട്ടു. 6 മാസത്തിന് താഴെയാണെങ്കിൽ എന്ത് സംഭവിക്കും? Remainder of period for the dissolved panchayat would be is less than 6 months. It shall not be necessary to hold any election for constituting new panchayat for such a period. അല്ലെ? ഒന്നുകൂടി വായിക്കാം, താഴെ കൂടി വായിക്കാം, അപ്പൊ ക്ലിയർ ആവും. Moreover, a panchayat constituted upon the dissolution of a panchayat before the expiration of its duration shall continue only for the remainder of the period for which the dissolved panchayat would have continued had it not been so dissolved. A panchayat, very important, ഈ പോയിന്റ് ഓർത്തിരുന്നു. A panchayat reconstituted after premature dissolution does not enjoy full 5 years of period, only remains in office for the only remainder of that period. അല്ലെ? പ്രീമെച്ചുവർ ആയിട്ട് ഡിസോൾവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാല്, പുതിയ പഞ്ചായത്തിനെ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 5 വർഷ കാലയളവ് കിട്ടില്ല. റിമൈൻസ് ഇൻ ഓൺലി ഫോർ ദ റിമൈൻഡർ പീരീഡ്. അല്ലെ? എത്ര കാലമാണോ ബാക്കിയുള്ളത് അത്ര കാലം മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. അല്ലെ? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂറേഷൻ ഓഫ് ദി പഞ്ചായത്ത് മനസ്സിലായോ? എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ? റിമൈൻഡർ പീരീഡ് ആലോചിക്കുക, 6 മാസം കൂടുമ്പോഴും 6 മാസം കുറയുമ്പോഴും. ക്ലിയർ അല്ലേ? ലെറ്റ്സ് മൂവ്. ഡിസ്ക്വാളിഫിക്കേഷൻ. എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ ബീങ് ചൂസൺ. യെസ്, അങ്ങനെ എലക്ട് ചെയ്യുന്ന പഞ്ചായത്തിന് ആ റിമൈനിങ് പീരീഡ് മാത്രമേ കിട്ടുള്ളൂ. അല്ലെ? പ്രീമെച്ചർ ഡിസൊല്യൂഷൻ ഫുൾ പീരീഡ് കിട്ടില്ല, 5 വർഷം കിട്ടില്ല. എത്ര കാലയളവാണോ ഈ ബാക്കി അത് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. Disqualification. A person shall be disqualified so being chosen as or for being a member of panchayat if he so disqualified. അല്ല, എന്തൊക്കെ കാരണങ്ങളാൽ? അണ്ടർ എനി ലോ മെയ്ഡ് ബൈ ദി എലക്ഷൻ ടു ലെജിസ്ലേറ്റർ, അതേപോലെ തന്നെ 21 വയസ്സ്. അല്ല, പഞ്ചായത്തുകളിലേക്കുള്ള എലക്ഷൻ 21 ഇയേഴ്സ് ആണ്. റൈറ്റ്, അത്രേ ഉള്ളൂ. ഡിസ്ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ ലെജിസ്ലേറ്റർ. റൈറ്റ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, superintend direction control of the preparation of electoral rolls. നമുക്കറിയാം, പഞ്ചായത്തുകളുടെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അല്ലെ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് പഞ്ചായത്തുകളുടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ടു ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. His conditions of service and tenure determined by the governor. അല്ല, ഗവർണർ ആണ്. He shall not be removed from the office except in the manner on the ground prescribed for the removal of judge of a high court. അല്ല, ഹൈക്കോടതി ജഡ്ജിയുടെ റിമൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഫിനാൻസസ്, ഫിനാൻസ് കമ്മീഷൻസ്, ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്ത് ഇംഗ്ലീഷിൽ റീഡ് ചെയ്ത് മനസ്സിലാക്കുക. റൈറ്റ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ മേ എൻഡൗ ദ പഞ്ചായത്ത് വിത്ത് സച്ച് പവേഴ്സ്. അല്ല, and authority as may be necessary to enable them to function as institution of self-governance. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് പവേഴ്സ് പ്രൊവൈഡ് ചെയ്യും. റൈറ്റ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 11th ഷെഡ്യൂൾ. അല്ലെ? പഞ്ചായത്തുകൾക്ക് നമുക്കറിയാം
പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. പഞ്ചായത്തുകൾക്ക് എത്ര ഫങ്ഷണൽ ഐറ്റംസ് ഉണ്ട്? പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റീസിനും എത്ര ഫങ്ഷണൽ ഐറ്റംസ് ഉണ്ട്? 29/18. വെരി ഗുഡ് അല്ലെ. പഞ്ചായത്ത് 29 ആണ്, മുനിസിപ്പാലിറ്റി 18 ആണ് അല്ലെ. എന്താണ് ഫങ്ഷണൽ ഐറ്റംസ്? ഇതാ താഴെ കൊടുത്തിട്ടുണ്ട് 29 ഫങ്ഷണൽ ഐറ്റംസ്. അഗ്രികൾച്ചർ, ലാൻഡ്, മൈനർ ഇറിഗേഷൻ, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, സോഷ്യൽ അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷണൽ 29 നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഉണ്ട്. ഇതേപോലെ തന്നെ 18 മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് കേട്ടോ, ഫങ്ഷണൽ ഐറ്റംസ്. ജസ്റ്റ് റീഡ് ചെയ്യുക. പോവർട്ടി റൈറ്റ്. അടുത്തത് കമ്പൽസറി പ്രൊവിഷൻസും. എനദർ ഇമ്പോർട്ടന്റ് ഏരിയ കമ്പൽസറി പ്രൊവിഷൻസ് ആണ്. ആ കമ്മിറ്റിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ഒരു ഭാഗത്തിനാണ്, കമ്പൽസറി ആൻഡ് വോളണ്ടറി പ്രൊവിഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പഞ്ചായത്തുകൾക്ക് കമ്പൽസറി വോളണ്ടറി പ്രൊവിഷൻസ് ഉണ്ടല്ലേ. കമ്പൽസറി എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും ഇത് ചെയ്തിരിക്കണം. വോളണ്ടറി എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ആണ്. സോ എന്തൊക്കെയാണ് കമ്പൽസറി പ്രൊവിഷൻസ്? ഈ കമ്പൽസറി പ്രൊവിഷൻ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാണോ ഇത് കമ്പൽസറി ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ആണോ? കമ്പൽസറി പ്രൊവിഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമസഭ ഇൻ വില്ലേജ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത് അറ്റ് വില്ലേജ് അല്ലെ. എല്ലാ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ഡയറക്ട് ഇലക്ഷൻ ടു ഓൾ സീറ്റ് ഇൻ പഞ്ചായത്ത്, ഇൻഡയറക്ട് ഇലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, വോട്ടിംഗ് റൈറ്റ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് അതർ പഞ്ചായത്ത്, 21 years മിനിമം ഏജ്, റിസർവേഷൻ ഓഫ് സീറ്റ്, റിസർവേഷൻ ഓഫ് 1/3 സീറ്റ് ഫോർ വുമൺ, SC/ST അല്ല, SC/STയുടെ റിസർവേഷൻ, SC/ST വുമൺ, ഫിക്സ്ഡ് ടെന്യർ ഓഫ് 5 years, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഇത്രയും കാര്യങ്ങൾ എന്താണ്? കമ്പൽസറി ആണ്. എല്ലാ സ്റ്റേറ്റുകളും കമ്പൽസറി ആയി ചെയ്തിരിക്കണം അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പൽസറി നമുക്ക് വായിക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് കമ്പൽസറി ആണോ വോളണ്ടറി ആണോ നമുക്ക് മനസ്സിലാവും. സിമ്പിൾ ആണ്. അടുത്ത വോളണ്ടറി പ്രൊവിഷൻസ് കൂടി നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയേ. Endowing Gram Sabha with powers and functions, determining the manner of election of chairperson of village panchayat അല്ലെ. ചെയർപേഴ്സണിനെ എങ്ങനെ എലക്ട് ചെയ്യാം? Giving representation to the chairperson of the village panchayat, giving representation to the chairperson of intermediate level, giving representation to the members of parliament, state legislature, providing reservation of seat for ബാക്ക്വേർഡ് ക്ലാസസ് അല്ലെ. SC/STക്കും വുമണിനും നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുക്കണം. പക്ഷെ ബാക്ക്വേർഡ് ക്ലാസസിന് ദർ ഇസ് ഡിസ്ക്രിപ്ഷൻ. ഗ്രാൻഡിങ് പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് ഓഫ് പഞ്ചായത്ത്, ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്യേണ്ട കാര്യം കമ്പൽസറി നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, നല്ലതുപോലെ ബൈഹാർട്ട് ചെയ്യുക. അപ്പൊ ഓപ്ഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ കമ്പൽസറി അല്ലാതെ വോളണ്ടറി പ്രൊവിഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അല്ലാതെ രണ്ടും പഠിക്കേണ്ട കാര്യമില്ല. ഡു സ്മാർട്ട് വർക്ക്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? അത് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. പിന്നീട് പെസ ആക്ട് ആണ്. അഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ് പെസ ആക്ട് അല്ലെ. പെസ ആക്ട് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ അല്ലെ. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ പെസ ആക്ട്. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ദ ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട് ഓഫ് 1996 അല്ലെ. എക്സ്റ്റൻഷൻ ആക്ട് എന്നും പഞ്ചായത്ത് ആക്ട് എന്നും പെസ ആക്ട് എന്നും ഒക്കെ അറിയപ്പെടുന്ന ആക്ട് ആണ്. പ്രൊവിഷൻ ഓഫ് ദ പാർട്ട് 9 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു ദ പഞ്ചായത്ത് ആർ നോട്ട് അപ്ലിക്കബിൾ ടു ദി 5th ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലെ. എന്താണ് പെസ ആക്ട്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ്? 5th ഷെഡ്യൂൾഡ് ഏരിയാസിൽ നമ്മൾ പാർട്ട് 9 അല്ല, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ 5th ഷെഡ്യൂൾഡ് ഏരിയാസിൽ അപ്ലിക്കബിൾ അല്ല. However, Parliament may extend this provision to such areas. അല്ലെ. Parliament may extend this provision to such areas. Parliament extend ചെയ്യാൻ പറ്റും. Subject to such exceptions and modification as it may specify under this provision. Parliament has enacted provisions of the PESA അല്ലെ. പാർലമെന്റ് ആ ബേസ് ചെയ്തിട്ടാണ് പെസ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. 5th ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലെ. ഈ പെസ ആക്ട് വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു ദി 5th ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലെ. 5th ഷെഡ്യൂൾഡ് ഏരിയാസിന് നമ്മുടെ ഉള്ള പോലെ പാർട്ട് 9 അവിടെ അപ്ലിക്കബിൾ അല്ല അല്ലെ. നമ്മളെ പോലെയല്ല.
അവർ കുറച്ചും കൂടിയും റൈറ്റുകൾ അവർക്ക് കിട്ടും നമ്മളെക്കാൾ കൂടുതൽ. അപ്പോ ദിസ് പെസ ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു ദി 5th ഷെഡ്യൂൾഡ് ഏരിയാസ് ഓർത്തിരിക്കുക. ഇനി ആക്ടിന്റെ ഒബ്ജക്റ്റീവ് extend the provisions of the part 9 to the constitution related to the panchayat to the scheduled areas with a certain modification അല്ലെ. അതായത് പാർട്ട് 9 കാര്യങ്ങൾ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തല്ലേ ആ ജനങ്ങൾക്ക് സംതൃപ്തിയാവുന്ന രീതിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. To provide self-rule for the bulk of tribal people, to have village governance with participatory and by Gram Sabha and nuclear power activities, to evolve a suitable administrative framework, to safeguard and preserve functions of traditions and customs of tribal communities. അല്ല അവരുടെ ട്രഡീഷൻസും കസ്റ്റംസും ഒക്കെ പ്രിസർവ് ചെയ്യുക. സിമ്പിൾ ആണല്ലേ, ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം. ഫീച്ചേഴ്സ്, പെസ ആക്ടിന്റെ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. റൈറ്റ്, പെസ ആക്ടിന്റെ ഫീച്ചേഴ്സ് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെസ ആക്ടിന്റെ ഫീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു തവണയെങ്കിലും റീഡ് ചെയ്യണം. A state legislation on the panchayat in the scheduled areas shall be consonant with the customary law, social. അതായത് നിങ്ങൾ ആലോചിക്കുക, പെസ ആക്ടിന്റെ മെയിൻ ഉദ്ദേശം ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക അല്ലെ. അതായത് പാർട്ട് 9 നമ്മൾക്കൊക്കെ ഉള്ള പോലെ, നമ്മൾക്കൊക്കെ അല്ലെ പാർട്ട് 9 പഞ്ചായത്ത് ഇത് ഇന്ത്യയിലുടനീളം നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ ചില ഏരിയാസിൽ ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് വി ഹാവ് ടു വാല്യൂ ദെയർ ട്രൈബൽ കസ്റ്റംസ് ആൻഡ് വാല്യൂസ്. അപ്പൊ എന്ത് ചെയ്തു പാർലമെന്റ്, എന്ത് ചെയ്തു അല്ലെ, പാർലമെന്റ് ക്രിയേറ്റഡ് പെസ ആക്ട് വിത്ത് എ സർട്ടൻ മോഡിഫിക്കേഷൻ ഫ്രം ദ പാർട്ട് 9 പഞ്ചായത്തി ആക്ട്. അങ്ങനെ പെസ ആക്ട് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, അത് തന്നെയാണ് ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്. മനസ്സിലായോ? ഇങ്ങനെ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതി. പിന്നീട് വായിക്കുമ്പോൾ എല്ലാം അല്ലെ, സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ഓൺ ദ പഞ്ചായത്ത് കൺസേൺ വിത്ത് അവരുടെ കസ്റ്റമറി ലോ, സോഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, ട്രഡീഷണൽ അല്ലെ. ക്വസ്റ്റ്യനില് അല്ലെങ്കിൽ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും പെസ ആക്ട് എന്താണ് ഉദ്ദേശം അല്ലെ. ഇങ്ങനെയാണ്. വില്ലേജ് ഷാൽ ഓർഡിനറി കൺസിസ്റ്റ് എ ഹാബിറ്റേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് എ ഹാബിറ്റേഷൻ ഓർ എ ഹാംലെറ്റ് ഓഫ് ഗ്രൂപ്പ്. റൈറ്റ്. കസ്റ്റം every village shall have a Gram Sabha consisting of person whose names are included in the electoral rolls. Every Gram Sabha shall be, പെസ ആക്ടിലെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Every Gram Sabha approve the plans responsible. Okay. Every panchayat at the village level shall be required to obtain from the Gram Sabha. The reservation of seat in the scheduled areas in every panchayat shall be in proportion to the population of the communities for whom reservation is sought. Another part 9 of the motion. ഓക്കെ, ഇവിടെ മുതൽ വിച്ച് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഫിനാൻസസ് ഓഫ് പഞ്ചായത്ത് രാജ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ നോട്ട് ഇമ്പോർട്ടന്റ്. ഓക്കെ, പഞ്ചായത്തി രാജില് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. റീഡ് പെസ ആക്ട്. എങ്ങനെ റീഡ് ചെയ്യണം? ഏതെങ്കിലും ഓൺലൈൻ സൈറ്റ് പോവാം. നമ്മുടെ ഇവിടെ ലക്ഷ്മികാന്തിൽ ചുമ്മാ അനാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, പെസ ആക്ട് UPSC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേജ് കിട്ടും. ആ പേജ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് റീഡ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. റൈറ്റ്, ദാറ്റ് ഈസ് ഇനഫ്. റൈറ്റ്. സോ പഞ്ചായത്തി രാജില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കമ്മിറ്റീസ്, മറ്റൊന്ന് കമ്പൽസറി ആൻഡ് വോളണ്ടറി പ്രൊവിഷൻ, മറ്റൊന്ന് പെസ ആക്ട്. ആർട്ടിക്കിൾസ് പഠിക്കണം. ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾസ് പഠിക്കണം. ആർട്ടിക്കിൾസ് എന്തൊക്കെ ആർട്ടിക്കിൾസ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രാമസഭ പഠിക്കണം. ഓക്കെ, 243. അതിനുശേഷം എലക്ഷൻസ് 243K എലക്ഷൻസ്, 243I ഫിനാൻസ് കമ്മീഷൻ, 243H പവർ ടു ഇമ്പോസ് ടാക്സസ്, റിസർവേഷൻ ഓഫ് സീറ്റ് 243D,
അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കണം. 243 ഓ ബാർ ടു ഇന്റർഫെറൻസ് ബൈ കോട്ട് ഇൻ ഇലക്ട്രൽ മാറ്റേഴ്സ്. ആർട്ടിക്കിൾസ് പഠിക്കണം. ഓക്കെ, NS. So this is the പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ഇതൊക്കെ ലീവ് ചെയ്യാം, നോട്ട് ഇമ്പോർട്ടന്റ്. ഈ മുനിസിപ്പാലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഓർക്കുക, നമ്മൾ PYQ ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കേണ്ട എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഹൗവർ വി ഹാവ് ടു റീഡ് ദ ചാപ്റ്റേഴ്സ്. അല്ല, നമ്മൾ ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് റീഡ് ചെയ്യണം. മുനിസിപ്പാലിറ്റി, അർബൻ ലോക്കൽ ഗവൺമെന്റ്, പഞ്ചായത്തി രാജ് പോലെ തന്നെ അതിന്റെ വേറൊരു ഫോം അല്ലെ, അർബൻ ലോക്കൽ government. In India, signifies governance of urban area by the people through their elected representatives. അതേപോലെ തന്നെ there are 8 types of urban local bodies in India: municipal corporation, municipality, notified area committee, town area committee, cantonment board, township, port trust, special purpose vehicle. 74ാം ഭേദഗതി അല്ലെ, പഞ്ചായത്തി രാജ് 73 ആണ്, മുനിസിപ്പാലിറ്റി 74th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992 ആണ് അല്ലെ. ഇതിലെന്താണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 8 ടൈപ്സ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് നിങ്ങൾ പഠിക്കണം. എന്താണ് ഇതെന്നുള്ളത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, എക്സെട്ര എക്സെട്ര. അല്ലെ, ആർട്ടിക്കിൾസ് ഓർത്തിരിക്കുക. പാർട്ട് എ ആണ് മുനിസിപ്പാലിറ്റീസ് അല്ല, 243P മുതൽ 243ZC. 18 functional items and 18 functional items. The state governments are under constitutional obligation to adopt a new system of municipalities in accordance with നമ്മൾ നേരത്തെ പഞ്ചായത്തിൽ പറഞ്ഞ പോലെ തന്നെ അല്ലെ, നിയമമായി വന്നതോടുകൂടി സ്റ്റേറ്റിന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. Salient features: 3 types of municipalities, composition, ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ടൈപ്സ് ഓഫ് അർബൻ ഗവൺമെന്റ്, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ KS ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ 8 types of urban local bodies, okay, municipal corporation, municipality, notified area, town area, cantonment board, ഇതെന്താണെന്നുള്ളത് പഠിക്കണം. പോർട്ട് ട്രസ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾ പഠിക്കണം. അത് റീഡ് ചെയ്താൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. റൈറ്റ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോ ചുമ്മാ അതിങ്ങനെ വെറുതെ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റീഡ് ചെയ്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൈറ്റ്. സോ പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതിന്റെ PDF ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മികാന്ത് വൺസ് റീഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ PDF റീഡ് ചെയ്യുക. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ ഇട്ടുതരും. ഓക്കെ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും. പിന്നീട് മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ലോക്പാലും ലോകായുക്തയും ഒക്കെ. ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഇതിന്റെ ഒക്കെ PDF ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും. ഇതൊക്കെ നിങ്ങൾ റീഡ് ചെയ്താൽ മതി. സോ ഇന്നും നാളെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പൊളിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പൊളിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം,
റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആ സീക്വൻസ് വെച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. വി ഹാവ് ടു കൺക്ലൂഡ് ദിസ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, മുനിസിപ്പാലിറ്റിയുടെ ഈ 8 ടൈപ്പ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മുനിസിപ്പാലിറ്റിയിലെ ഈ 8 ടൈപ്സ് പഠിക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് പ്രതീക്ഷിക്കാം. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഹാൻഡ് ഔട്ട് ഉണ്ടോ? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഹാൻഡ് ഔട്ട് ഞാൻ ഇട്ടിട്ടില്ല ചാനലില്. യെസ്, അത് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. സുപ്രീം കോടതി, ഹൈക്കോടതി ഞാൻ ഇടാം, ഹാൻഡ് ഔട്ട് ഇടാം. PDF ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. സുപ്രീം കോടതി, ഹൈക്കോടതി PDF ഞാൻ ഇന്നിടാം. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന്റെ PDF ഞാൻ ഇടേണ്ട കാര്യമില്ലല്ലോ. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന്റെ PDF എന്തിനിടണം? കാര്യം ഓൾറെഡി പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൽ ഉള്ളത്. അവിടെ പ്രധാനമന്ത്രി മാറുന്നു, ചീഫ് മിനിസ്റ്റർ ആവുന്നു, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മാറുന്നു, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആവുന്നു. ആർട്ടിക്കിൾ 73 മാറിയിട്ട് 164 ആവുന്നു. ആ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. പിന്നെ വൈ ഷുഡ് ഐ പോസ്റ്റ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ? അല്ലെ, വി ഹാവ് ടു പ്രിപ്പയർ സ്മാർട്ട്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അപ്ലോഡ് ചെയ്യാത്തത്. ആലോചിച്ച് നോക്കൂ, റെപ്യൂട്ടേഷൻ അല്ലേ. യെസ്, വിവരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. ഓക്കെ, ഈ സൺഡേ മോസ്റ്റ് പ്രോബബ്ലി വി വിൽ ഹാവ് എ PYQ സെക്ഷൻ. ഓക്കെ, സൺഡേ അല്ല, ഇനി വരുന്ന ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ മോഡേൺ ഇന്ത്യയുടെ PYQ ചെയ്യും. ഓക്കെ, റീകോൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും റീകോൾ ചെയ്യണം. ആക്റ്റീവ് റീകോൾ പ്ലസ് PYQ സെക്ഷൻ ഓഫ് മോഡേൺ ഇന്ത്യ. ഓക്കെ, ഒരു 4-5 ദിവസം കൊണ്ട് നാളെ മുതൽ ഈ നമുക്ക് മോഡേൺ ഇന്ത്യയുടെ റിവിഷന്റെ ടൈം ടേബിൾ കൂടി ഞാൻ ഇടാം. അപ്പൊ നമ്മൾ മോഡേൺ ഇന്ത്യയും വി ഹാവ് കംപ്ലീറ്റഡ് പൊളിറ്റി. ഓക്കെ, നമുക്കിനി അടുത്ത് ജോഗ്രഫിയിലേക്ക് കിടക്കണം. ജോഗ്രഫി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏതാണോ സബ്ജക്ട് അതിലേക്ക് കിടക്കണം. പിന്നെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള PDF ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അത് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. കുറച്ച് എക്സാം പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള PDFകൾ ഉണ്ടാവുമല്ലോ, ഹോട്ട് ഏരിയാസ്, ഹോട്ട് ടോപ്പിക്സുകൾ, അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. സോ വൺസ് അഗെയിൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അഗെയിൻ ആ മോട്ടിവേറ്റിംഗ്. ദിവസം അല്ലെ, ക്ലാസ്സിലുള്ള എല്ലാ സമയത്തും മോട്ടിവേഷൻ കേട്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവാം. പക്ഷെ യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. എനി ടൈം കൂട്ടണം. അല്ല, ലക്ഷ്മികാന്ത് ഇപ്പൊ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, എന്ത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കണം, എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കൽ മാത്രമാണ്. മോഡേൺ ഇന്ത്യയിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ, എന്തൊക്കെ, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരും എന്ന് നിങ്ങൾക്ക് അറിയാം. അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, അടുത്ത നമുക്ക് ജോഗ്രഫിയിലേക്ക് പോകണം. ജോഗ്രഫിയുടെ ഒരു സ്ട്രാറ്റജി സെഷൻ വെക്കണം. അതിനുശേഷം നമുക്ക് ജോഗ്രഫിയുടെ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എക്സാം പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ നമ്മുടെ ഉദ്ദേശം സിലബസ് 100% കംപ്ലീറ്റ് ചെയ്യലല്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എക്സാം പെർസ്പെക്റ്റീവില്, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ നമ്മുടെ ക്ലാസ് ഇന്ന് ഇത്ര മതി. നാളത്തെ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമാണ്. അതിന് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണം. എത്ര മെമ്പേഴ്സ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര ഏജ് ആണ്, ഇവിടെ പുറത്താക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ റീടെന്യർ ഉണ്ടോ, വീണ്ടും റീ അപ്പോയിന്റ്മെന്റ് പറ്റുമോ, അതെല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഞാൻ അതിൽ ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഓൾറെഡി PDF പുട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ആ PDF യൂസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒരു പേജ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അടുത്ത പേജ്. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, അല്ലേ? റൈറ്റ്. NCERT വായിക്കേണ്ടതുണ്ടോ പൊളിറ്റിക്കൽ? നോ നീഡ്. PYQ NCERT വായിക്കേണ്ട കാര്യമില്ല, KS വായിക്കേണ്ട കാര്യമില്ല. അപ് ടു 95% ഓഫ് ക്വസ്റ്റ്യൻസ് ലക്ഷ്മികാന്ത് വെച്ച് സോൾവബിൾ ആണ്. UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്ത് ചെയ്യണം? NCERT റീഡ് ചെയ്യണം. UPSC കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും.
PSC അങ്ങനെ എന്താ പറയാ സ്പെസിഫിക്കലി അങ്ങനെ ചോദിച്ചു കാണാറില്ല NCERT. അപ് ടു പ്രീവൈക്ക് ഒക്കെ നോക്കുമ്പോൾ 95% ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് സോൾവബിൾ ബൈ യൂസിങ് ലക്ഷ്മികാന്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ NCERTയുടെ ആവശ്യം പൊളിറ്റിക് ഇല്ല. സോ ഞാൻ ക്ലാസ് കട്ട് ചെയ്യാണ്, ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക, പോയി പഠിക്കുക. ഓക്കെ, റിട്ടേൺ ബാക്ക് ടു സ്റ്റഡീസ്. റെസ്റ്റ് ഒന്നുമില്ല, റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി 6 മണിക്കൂർ ദിവസം പഠിക്കാം. റൈറ്റ്, സോ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.